കൂട്ടുകാരെ, ഇന്ന് ഒരു വലിയ ഉള്ളിമേരി കിട്ടി, 1.5 കിലോ ഉള്ള. ഇതുവരെ ഇങ്ങനെ കിട്ടിയിട്ടില്ല, നല്ല വലുതാണ്. ഉള്ളിമേരിക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പേര്? കമൻറ്റിൽ പറയണേ. ഇതിൽ നിന്ന് ഞാൻ കണ്ടിച്ച് ശരിയാക്കി ഒരു വെറൈറ്റി കറി ഉണ്ടാക്കും. അതെന്താണെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇത് സ്കിപ്പാക്കാതെ എല്ലാം കാണണം ഈ വീഡിയോ. അങ്ങനെ കണ്ടിച്ച് ഗൈസ്, മീൻ തൊലിയൊക്കെ വിളിച്ച് കുഴപ്പമില്ല, സ്പീഡിൽ റെഡിയാക്കി. തൊലി എളുപ്പമായിട്ട് ഒടിച്ച് വരും മീനിൻ്റെ, നല്ല സോഫ്റ്റ് മീൻ. അതെല്ലാം കണ്ടിച്ച് വൃത്തിയാക്കി. അതിൻ്റെ തല കണ്ടിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ തല ഞാനത് മുഴുവനായിട്ട് തന്നെ മുളക് കറി വെക്കാം. അതൊരു രസം. ഇന്ന് വേറൊരു സൈസ് 3-4 എണ്ണം ഇട്ട് ഒരു കറി വെക്കണം, ഒരു സ്പെഷ്യൽ കറി. അതെല്ലാം കാണണം, സ്കിപ്പാവാതെ കാണണം. അതുപോലെ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റും ലൈക്കും ഇട്ടൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ബെല്ലൈക്കൺ തട്ടണം, എന്നാലേ നിങ്ങളുടെ മൊബൈലിൽ എൻ്റെ വീഡിയോസുകൾ എത്തത്തുള്ളൂ. റെസ്റ്റോറൻറ്റിലൊക്കെ ഈ തലയൊക്കെ മുഴുവനിട്ടല്ലേ കറി വെക്കുന്നത്, അതുപോലെ വെക്കാം. കൊള്ളാം, നല്ലതായിരിക്കും. ഹലോ ഗായ്സ്, നമുക്കിന്ന് മീൻ കറി വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു തക്കാളിയും കറിവേപ്പിലയും ഇട്ട് വഴറ്റി എന്നിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, എല്ലാം ഇട്ട് വഴറ്റിച്ചിട്ട് ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ. ഒത്തിരി പൊടികളൊന്നും ഇടണ്ട. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഒരു 5-6 കഷ്ണം മീനിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം. മോര് കാച്ചിയതും മീൻ വറ്റിച്ചതും ആണ് ഇന്നത്തെ കറികൾ. മീൻ വറ്റിച്ച് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് കണ്ടിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ കൂട്ടുകാരെ. അത് ഇപ്പോൾ നമുക്ക് മുളക് പൊടി എല്ലാം ഇട്ട്, മുളക് പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് എല്ലാം ഇട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് മൊരിച്ച്, തക്കാളി ഇട്ട് ഉപ്പും ഇട്ട് അതൊന്ന് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ 5-6 കഷ്ണം മീനിട്ട് കൊടുത്തു. അതൊന്ന് ശരിയായി വറ്റി വരുമ്പോഴത്തേക്കും, ഒന്ന് വരട്ടെ, വറ്റിച്ചെടുക്കാനാണ്. നല്ല ടേസ്റ്റാണ് കൂട്ടുകാരെ. എൻ്റെ വീഡിയോ മൊത്തം കാണണം, സ്കിപ്പാക്കാതെ. എങ്കിൽ നിങ്ങൾക്കിതെല്ലാം അവസാനം വരെ മനസ്സിലാകത്തുള്ളൂ എന്താണെന്നുള്ളത്. ഇങ്ങനെ ഇട്ടിട്ട്
വെന്ത് ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. അത് കഴിഞ്ഞ് ഒരുവിധം മൊരിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. നമുക്ക് തുറന്ന് നോക്കാം ശരിയായോ എന്ന് നോക്കാം. ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഒരു കുഴമ്പനായിരിക്കണം. ചോറിൻ്റെ കൂടെ മോര് കറിയും ഒക്കെ കൂട്ടി ശരിയാക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കഴിച്ചാൽ മതി. അടിപൊളി. അതിൻ്റെ അരപ്പെല്ലാം കൂടി റെഡിയാക്കി നല്ല പിഴിപുളിയൊക്കെ ഒഴിച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, വെളുത്തുള്ളി, ഉള്ളി ചതച്ചത് എല്ലാം കൂടി ഇട്ട് വഴറ്റി നല്ല ശരിയാക്കി എടുക്കണം. അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ് കൂട്ടുന്നത്. ഇതെല്ലാം കണ്ട് എനിക്ക് ലൈക്ക് കമൻറ്റ് ചെയ്യണേ നിങ്ങളെല്ലാവരും. നാളെ എൻ്റെ ചാനൽ മുന്നോട്ട് പോകണം. നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും.